ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 സ്കീമിലെ S3 ഒരു സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൻ്റെ പേര് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓൾറെഡി 2019 സ്കീമിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ. അത് ആ സെയിം പേപ്പർ തന്നെ, പക്ഷേ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ നമുക്ക് 2024 സ്കീമിൽ പഠിക്കാനുണ്ട്. എന്നാൽ 2019 സ്കീമിലുള്ള ഈ പറയുന്ന യൂസ് കേസ് ഡയഗ്രാം, UML ഡയഗ്രാം, അതൊന്നും നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടില്ല ഈ ഒരു സ്കീമിൽ. ബട്ട് അല്ലാതെ കുറച്ച് ടോപ്പിക്കും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 19 സ്കീമിൽ 5 മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ ഇവിടെ 4 മോഡ്യൂൾസേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ 19 സ്കീമിൽ പഠിക്കുന്ന കണ്ടൻറ്റ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറച്ച് കണ്ടൻറ്റ് മാത്രമേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സബ്ജക്റ്റിൻ്റെ പേര് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിൻ്റെ കോഴ്സ് കോഡ് വന്ന് PBCST 304 ആണ്. അപ്പം ഇതിൽ ഈ ഒരു വെയിറ്റേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് 60 മാർക്സിനാണ്. എക്സ്റ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് 40 മാർക്സാണ്. സോ യൂണിവേഴ്സിറ്റി എക്സാം 40 മാർക്സിനും ഇൻറ്റേർണൽ എക്സാം 60 മാർക്സ്. അപ്പോൾ ഈ 60 മാർക്സിനുള്ള ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാറ്റേൺ, ഇവാലുവേഷൻ പാറ്റേണിൻ്റെ അകത്ത് മൈക്രോ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഇതും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ടീച്ചിങ് അവേഴ്സ് പെർ വീക്കിനകത്ത് LTPR, ലെക്ചർ അവർ, T എന്ന് പറഞ്ഞാൽ ട്യൂട്ടോറിയൽ അവർ, P എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അവർ, R എന്ന് പറയുന്നത് പ്രോജക്റ്റ് അവറാണ്. ഓക്കെ, അപ്പം ഇതൊരു പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ഒരു കോഴ്സും കൂടെയാണ് ഇത്. അതുകൊണ്ടാണ് ഇവിടെ ആറിൻ്റെ അവിടെ 1 ഇട്ടേക്കുന്നത്. സോ ലെക്ചർ അവർ 3, ദെൻ ഇതിന് ട്യൂട്ടോറിയൽ ഇല്ല, പ്രാക്ടിക്കൽ ഇല്ല, പിന്നെ എന്തുണ്ട്, പ്രോജക്റ്റ് അവർ ഉണ്ട്. R സ്റ്റാൻഡ്സ് ഫോർ പ്രൊജക്റ്റ് അവർ. സോ ഇത്രയാണ് ടീച്ചിങ് അവേഴ്സ് പെർ വീക്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കലല്ല, എന്താ ചെയ്യണം, ജാവ വെച്ചിട്ട് യു നീഡ് ടു ഡെവലപ്പ് എ പ്രോജക്റ്റ്, മൈക്രോ പ്രോജക്റ്റ്. മനസ്സിലായോ? സോ അതിനാണ് ഈ 60 മാർക്സിൻ്റെ മെയിൻ വെയിറ്റേജ് പോകുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്താണുള്ളത് നോക്കാം. ക്രെഡിറ്റ് 4 ആണ്. സോ നമുക്ക് സിലബസിൽ കയറുന്ന മുന്നേ ഈ ഒരു ജസ്റ്റ് ഒരു ഇതൊന്ന് ഞാൻ അതിൻ്റെ വെയിറ്റേജ് ഒന്ന് പറയാം. ഇതിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാർക്സ് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 60 എന്ന് പറഞ്ഞല്ലോ. 60 എന്ന് പറയുമ്പോൾ അതിൽ അറ്റൻഡൻസ് 5 മാർക്സ് ആണ്, പ്രൊജക്റ്റിന് 30 മാർക്സ് ആണ്, ഇൻറ്റേർണൽ എക്സാം 12. ഫസ്റ്റ് സീരീസ് 12.5, സെക്കൻഡ് സീരീസ് 12.5. സോ ടോട്ടൽ 25 പ്ലസ് 5 30 പ്ലസ് 30 60. അങ്ങനെയാണ് 60 മാർക്സിന് വരുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഈ സീരീസിന് നല്ല മാർക്കുണ്ട്, അറ്റൻഡൻസും ഉണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രോജക്റ്റും ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി അവോർഡഡ് 60 മാർക്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ 60 മാർക്സ് കിട്ടാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇനി എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് നോർമലി 2024 സ്കീമിൽ 60ലാണ് എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ വരുന്നത്. ബട്ട് ഇൻ ദിസ് സബ്ജക്റ്റ് ആകെ 40 ഉള്ളൂ. 40 പാസ് മാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം 16 ആണ്. സോ 16 മാർക്സ് മതി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാവാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്സ് നല്ല രീതിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സബ്ജക്റ്റിൻ്റെ CGPA നല്ല രീതിയിൽ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പാർട്ട് എ, പാർട്ട് എയിൽ ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ, സെക്കൻഡ് മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ, തേർഡ് മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ, ഫോർത്ത് മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ഈച്ചാണ്. സോ 16 മാർക്സ് പാർട്ട് എ. ഇപ്പോൾ പാർട്ട് എ വെച്ച് തന്നെ നിങ്ങൾക്ക് പാസ്സായി പോകാവുന്നതേ ഉള്ളൂ. ഇനി വരുന്ന പാർട്ട് ബിയിൽ ഇതേപോലെ തന്നെ ഓരോ മൊഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്ക് വെച്ചിട്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് 4 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 4 ക്വസ്റ്റ്യൻസ്, ഓരോ മൊഡ്യൂളിലും ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. സോ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ഈച്ച് ആണ്. സോ 4 × 6 24, ടോട്ടൽ 16 + 24 40. സോ 40ലാണ് നിങ്ങൾക്ക് എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 40ൽ നിങ്ങളിപ്പോൾ ഒരു പാസ് മാർക്ക് മേടിച്ചു 60, ബട്ട് നിങ്ങൾക്ക് ഇൻറ്റേർണലിൽ 60 ഔട്ട് ഓഫ് 60 ആണെങ്കിൽ നിങ്ങളുടെ CGPA നല്ല രീതിയിൽ എന്ത് ചെയ്യും, കയറി വരും. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിനും നിങ്ങൾ ഒരു 25 എബോവ് ആണെങ്കിൽ, ഇൻറ്റേർണൽ എക്സാമിനേഷനും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു പേപ്പറിന് CGPA കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് ഞാൻ പറയുന്നത്, ഈ മൈക്രോ പ്രൊജക്റ്റിന് ശരിക്കും മാർക്ക് കയറിയും പകുതി മാർക്ക് മൈക്രോ പ്രൊജക്റ്റിനാണ്. മൈക്രോ പ്രൊജക്റ്റ് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നല്ല ഇൻറ്റേർണൽസ് കിട്ടും. പിന്നെ ഇപ്പോഴും നിങ്ങൾ മൈക്രോ പ്രോജക്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മിനി പ്രോജക്റ്റ് ഉണ്ടാവും, മെയിൻ പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ബേസ് കിട്ടും ഇപ്പോഴും അതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പം ഇനി ഇതാ PBL കോഴ്സ് എന്ന് പറയും. പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. ലെക്ചർ അവേഴ്സ് വരും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലെക്ചർ അവേഴ്സ് വരും. ദെൻ പിന്നെ വരുന്ന പ്രോജക്റ്റ് അവറാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോജക്റ്റ് അവർ. അപ്പോൾ ഈ പറയുന്ന 30 മാർക്സിൻ്റെ വെയിറ്റേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഫോർ പ്രോജക്റ്റ് ആക്ടിവിറ്റി, പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് പ്രൊപ്പോസൽ, ദെൻ കോൺട്രിബ്യൂഷൻ ഇൻ പ്രോഗ്രസ്, പ്രസൻറ്റേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്. അപ്പോൾ പ്രോജക്റ്റ് പ്ലാനിങ് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അബ്സ്ട്രാക്റ്റും അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഒരു ഡോക്യുമെൻറ്റേഷൻ, അതിനാണ് ഈ മാർക്സ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രസ്, പ്രസൻറ്റേഷനും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, അതെല്ലാം കൂടെ 4 മാർക്സ് വരുന്നത്. ഇനി ഓരോ ടീം വർക്കായിട്ടാണല്ലോ. അപ്പം മേ ബി ഒരു ടീമിൽ ഒരു മിനിമം ഒരു 4 മെമ്പേഴ്സ് വയ്ക്കുക. 4 മെമ്പേഴ്സ് വെച്ചിട്ടൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു 4 മെമ്പേഴ്സിൽ ഓരോ ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അപ്പം ഇപ്പം ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ടീമിലായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ദാറ്റ് പെർട്ടിക്കുലർ ടീമിനാണ് 3 മാർക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ മാർക്കാണല്ലോ, അല്ല ടീമിന് മൊത്തമായിട്ട് അങ്ങനെയുള്ള മാർക്കല്ലല്ലോ. സോ അത് പിന്നെ എന്താണ്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എക്സിക്യൂഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും, അതിനെല്ലാം ആണ് മെയിൻ 10 മാർക്സ് വരുന്നത്. പിന്നെ ഫൈനൽ പ്രസൻറ്റേഷൻ ഉണ്ടാകും. പിന്നെ പ്രോജക്റ്റ് ക്വാളിറ്റി, ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതാണ് 3 മാർക്സ്. സോ എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക, അതിനാണ് മെയിൻ മാർക്ക് 10 മാർക്സ്. സോ ഇതാണ് 30 മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. സിലബസിൽ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ജാവ, OOP കൺസെപ്റ്റ്സ്, ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ. ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു ജാവ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ജാവ പ്രോഗ്രാമിൻ്റെ സിമ്പിൾ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കും. പിന്നെ ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് വേണം, അല്ലെങ്കിൽ ഫോർ എക്സിക്യൂട്ടിങ് എ പെർട്ടിക്കുലർ ജാവ ആപ്ലിക്കേഷൻ നമുക്ക് ജാവയുടെ ഒരു എൻവയോൺമെൻറ്റ് വേണം. അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കും. ജാവ പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ്, ദെൻ റൺ ടൈം എൻവയോൺമെൻറ്റ്. ദെൻ നമുക്കൊരു എൻവയോൺമെൻറ്റ് മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് അതിന് നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൽ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കമ്പൈലറിനെ കുറിച്ച് പഠിക്കും. പിന്നെ ഈ പറയുന്നത് നമ്മൾ എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒരു മെഷീനിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഒരു മെഷീനെ കുറിച്ച് പഠിക്കും. ദാറ്റ് ഈസ് ജാവ വെർച്വൽ മെഷീൻ. ഇത്രയാണ് ശരിക്കും ജാവയുടെ ബേസിക് കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഡേറ്റ ടൈപ്സ് ഉണ്ട്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഉണ്ട്, റാപ്പർ ടൈപ്സ് ഉണ്ട്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് നിങ്ങൾ സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നിങ്ങളിപ്പം 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടാണ് ജാവയിലോട്ട് വന്നതല്ലേ. S1 നിങ്ങൾ പൈത്തൺ പഠിച്ചിട്ടുണ്ട്, S2 C പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ട്. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ഒരു പുതിയൊരു ടേമാണ് റാപ്പർ ടൈപ്പ് എന്ന് പറയുന്നത്. അത് മാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവത്തില്ല, ബട്ട് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് അറിയുവാണെങ്കിൽ അത് പഠിക്കാൻ ഈസിയാണ്.
പിന്നെ വരുന്ന കാസ്റ്റിംഗ് ആൻഡ് ഓട്ടോ ബോക്സിങ്. കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേര് കേൾക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും. യെസ്, ടൈപ്പ് കൺവേർഷനാണ് ഈ കാസ്റ്റിംഗ് ഓട്ടോ ബോക്സിംഗ് ഒക്കെ വരുന്നത്. അതും സിമ്പിളാണ്, ഒരു ഡേറ്റ ടൈപ്പിൽ വേറെ ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അറേസ്, സ്ട്രിങ്സ്, വെക്റ്റർ, ക്ലാസ്. ഇത് ഇത്രയും ശരിക്കും നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് വരുന്നതാണ്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് വരുന്ന നിങ്ങൾക്കറിയാം ഇതൊക്കെയാണ്: ഇൻഡിജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ, അതൊക്കെയാണ്. ബട്ട് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് വരുന്നതാണ് അറേ, സ്ട്രിങ്സ്, വെക്റ്റർ, ക്ലാസ്. സോ അതങ്ങനെ സബ്ഡിവിഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും ഡേറ്റ ടൈപ്സും തീരും. അപ്പോൾ ഇത്രയും സെഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡേറ്റ ടൈപ്സിൻ്റെ കാര്യങ്ങളാണ് ഇത്രയും പറയുന്നത്. ഇനി വരുന്നത് ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, അതാണ് ഇത് ഇത്രയും പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പം അർത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഉണ്ട്, റിലേഷൻ ഉണ്ട്, ബൂളിയൻ ഉണ്ട്, ലോജിക്കലുണ്ട്, അസൈൻമെൻറ്റ് ഉണ്ട്, കണ്ടീഷണൽ ഉണ്ട്. കണ്ടീഷണൽ ടെർണറി മീൻസ് ഓപ്പറേറ്റേഴ്സിന് നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ? ഏതൊക്കെയാണ്? യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. അപ്പം അതും ഇത്രയാകുമ്പോഴത്തേക്കും ഓപ്പറേറ്റേഴ്സ് എന്നൊരു സെഷൻ തീരും. അതും നിങ്ങൾ ഓൾറെഡി 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്ന ഓപ്പറേറ്റർ പ്രെസിഡൻസ്. പ്രെസിഡൻസ് എന്ന് പറയുമ്പം ഏത് ഓപ്പറേറ്ററിനാണ് ഹയർ പ്രയോറിറ്റി വരുന്നത്, അതാണ് ഓപ്പറേറ്റർ പ്രെസിഡൻസ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ സെഷനും തീരും. പിന്നെ വരുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്തും സെയിം തന്നെയാണ്. നിങ്ങൾ നേരത്തെ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സെയിം സെൻറ്റാക്സ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇഫിൻ്റെ, സ്വിച്ചിൻ്റെ ഒക്കെ യൂസേജ് അത് തന്നെയാണ്. പിന്നെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് നമുക്കറിയാം വൈൽ, ഡു വൈൽ, ഫോർ, ഇതും സെയിം സെൻറ്റാക്സ് തന്നെയാണ്. പിന്നെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രേക്ക്, കണ്ടിന്യൂ, ഇതെല്ലാം സെയിം സെൻറ്റാക്സ് തന്നെയാണ്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ അങ്ങ് തീരും. പിന്നെ വരുന്നത് ഫങ്ഷൻസ് എന്താണ്, പിന്നെ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സും, പിന്നെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. അതും ശരിക്കും ഈ നമുക്ക് ജാവയിൽ വരുന്ന ഒരു പെക്യുലർ ടൈപ്പാണ്. നമുക്ക് സിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഇവിടെ വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ വരുന്ന ഈ 3 ടേം, ക്ലാസ്സസ്, അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, ഇൻ്റർഫേസ്. നോർമലി ഇത്രയും ഒരു സെഷൻ, ഇത്രയും നമ്മൾ ബേസിക് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഈ 3 കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങ് പഠിച്ച് വരത്തേ ഉള്ളൂ. മീൻസ് നമുക്ക് ക്ലാസ് എന്താണെന്നൊക്കെ ഉള്ള പറയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കോൺസെപ്റ്റ്സ് എന്താണെന്ന് പറയാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് എന്താണെന്ന് പറയണം. അത് വെച്ചിട്ട് നമുക്ക് ക്ലാസ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് ഓപ്സ് കോൺസെപ്റ്റ്സിലോട്ട് പോവാം. അതിനുശേഷം നമുക്ക് എന്ത് പോവാം, എന്താണ് ക്ലാസ്സും അബ്സ്ട്രാക്ട് ക്ലാസ്സും ഇൻ്റർഫേസ് എന്നുള്ളത്. ഈ ഇൻ്റർഫേസൊക്കെ നമുക്ക് ഇനി നിങ്ങൾ 3rd മോഡ്യൂളിൽ പഠിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം നമുക്ക് അവിടെ പഠിച്ചാൽ മതി. ക്ലാസ് എന്താണ്, അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണ്, ഇൻ്റർഫേസ് എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരും മോഡ്യൂളിൽ നമുക്ക് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിന് ശേഷം വിൽ മൂവ് ഓൺ ടു ഊപ്പ് കോൺസെപ്റ്റ്സ്. ഊപ്പ് കോൺസെപ്റ്റ്സിൻ്റെ അകത്ത് കുറച്ച് നമ്പർ ഓഫ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ആ കോൺസെപ്റ്റ്സ് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് നിങ്ങൾ ഓരോ മോഡ്യൂളിൽ പഠിക്കുന്നത്. അതിൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആണ് മെയിൻ ഊപ്സ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള അബ്സ്ട്രാക്ഷനും എൻക്യാപ്സുലേഷനും നമ്മളിവിടെ പഠിക്കും. ദെൻ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ഒക്കെ നമ്മൾ നമ്മൾ മോഡ്യൂൾ 2 പഠിക്കും. ഓക്കെ, ഇനി വരുന്നത് അതിനുശേഷം വരുന്ന പ്രൊസീജിയറൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. മീൻസ് നമുക്കറിയാം പോപ്പും ഊപ്പും. അത് നമ്മൾ സി പഠിക്കുമ്പോഴത്തേക്കും പോപ്പ് എന്താണെന്ന് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഊപ്പ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് അവിടെ ഒരു ഇൻട്രോ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം കാരണം നമുക്ക് സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് അല്ലേ, പോപ്പാണ്. പക്ഷെ ഊപ്പ് എന്ന് പറയുന്ന ജാവ എന്ന് പറഞ്ഞാൽ ഊപ്പാണ്. സോ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മാത്രം നമ്മളിവിടെ ജസ്റ്റ് നോക്കും. നെക്സ്റ്റ് മൈക്രോ സർവീസസ്. അപ്പോൾ ഇത്രയാകുമ്പോൾ ഊപ്പ് കൺസെപ്റ്റ്സ് കഴിയും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എന്താണ്, അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണ്, ഇൻ്റർഫേസ് എന്താണെന്നുള്ളത് പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷമായിരിക്കും നമ്മൾ പഠിക്കുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ജാവ. ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ജാവ പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് വെച്ചിട്ട് തന്നെ
ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ ആ ഒരു പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാൻ ഈസി ആയിരിക്കും. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ക്ലാസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ അന്നേരം പഠിക്കും. പിന്നെ അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, കൺസ്ട്രക്റ്റേഴ്സ് എന്താണ്, ആക്സസ് മോഡിഫയേഴ്സ് എന്താണ്, ദിസ് കീവേഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് സെഷനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കാം, മൊഡ്യൂൾ 1 കുറച്ച് ലെങ്തി ആണ്. ബട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു മൊഡ്യൂൾ 1ൻ്റെ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂൾസ് സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ മൊഡ്യൂൾ 1 കവർ ചെയ്യും. ഇനി നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ കൺസെപ്റ്റ്സ് ആണ് രണ്ടെണ്ണം, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്. ആ പോളിമോർഫിസത്തിൻ്റെ അകത്ത് വരുന്ന ഒരിതാണ് മെത്തേഡാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റ് പാരാമീറ്റേഴ്സ്, യൂസിങ് ഒബ്ജക്റ്റ് സെറ്റ് പാരാമീറ്റർ, ദെൻ റിട്ടേണിങ് ഒബ്ജക്ട്സ്, പിന്നെ റിക്കർഷൻ, പിന്നെ സ്റ്റാറ്റിക്കും ഫൈനലും ഇന്നർ ക്ലാസ്. ഇത്രയാണ് നമ്മൾ പോളിമോർഫിസത്തിൽ വരുന്നത്. പിന്നെ ഇൻഹെറിറ്റൻസ് അനദർ കോൺസെപ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻഹെറിറ്റൻസ് ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്. നോർമലി നമ്മൾ വേർഡ് ഇൻഹെറിറ്റൻസ് മീൻസ് സംതിങ് ഇൻഹെറിറ്റഡ് ഫ്രം അവർ എന്താണ് ഗ്രാൻഡ് പാരൻസ് ഓർ പാരൻസ്. സം ബിഹേവിയർ വി ആർ ഇൻഹെറിറ്റഡ് ഫ്രം അവർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ അത് തന്നെ, ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാനുണ്ട്. പിന്നെ ഈ ഇങ്ങനെ ടൈപ്പ് കുറച്ച് കീവേഡ് ഇവിടെ കണ്ടോ, ദിസ് കീവേഡ്, അതേപോലെ സൂപ്പർ കീവേഡ് എന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ജസ്റ്റ് കീവേഡ്സ് മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ദ യൂസേജ് ഓഫ് ദിസ് കീവേഡ് എന്നൊക്കെ പറഞ്ഞു വേണം ചോദിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് മോഡ്യൂൾ തീരും. പിന്നെ വരുന്നത് തേർഡ് മോഡ്യൂളാണ്. തേർഡ് മോഡ്യൂളിൽ ശരിക്കും നമുക്ക് വരുന്നത് 3 സെഷനായിട്ടാണ്. പാക്കേജസ് ആൻഡ് ഇൻ്റർഫേസസ് വരും, ഇൻ്റർഫേസസ് വരും, പിന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വരും, പിന്നെ ഒരു ഡിസൈൻ പാറ്റേൺസ് ഇൻ ജാവ. അത് നമുക്ക് ശരിക്കും 19 സ്കീമിൽ ഉണ്ടായിരുന്നില്ല. 2024 സ്കീമിൽ അതും കൂടെ ഒന്ന് ഈ ഒരു ടോപ്പിക് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാക്കേജ് എന്താണ്, എങ്ങനെ പാക്കേജിന് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദെൻ ഇൻ്റർഫേസ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ മെയിൻലി അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വരുന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ മുകളിൽ ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ്, എന്താണ് ഇൻ്റർഫേസ് എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് എന്താണെന്നുള്ളതും എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻ്റർഫേസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ അവിടെ പഠിക്കും. പിന്നെ വരുന്ന എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. ജാവയുടെ ഒരു പെക്യുലർ ഫീച്ചറാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കീവേഡ്സ് നമുക്ക് ജാവയിൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ കുറച്ച് കീവേഡ്സ് അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ഇങ്ങനെ ട്രൈ, ക്യാച്ച്, ദെൻ ത്രോസ്, ഫൈനലി, ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കീവേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ചോദിക്കാം. നോർമലി 2019 സ്കീമിൽ എപ്പോഴും ചോദിക്കുന്ന ഈ ഒരു സെഷനിൽ നിന്നും, ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സെഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പം അത് ഇത്രയാണ് ഇത് തേർഡ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ വരുമ്പോഴത്തേക്കും, ഫോർത്ത് മോഡ്യൂളിലാണ് നമുക്ക് മെയിൻലി വേണ്ടത് ഫോർ മൈക്രോ പ്രൊജക്റ്റ്. അതിനകത്ത് സ്വിംഗ് ഫണ്ടമെൻ്റൽസ് ഉണ്ട്, ദെൻ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്, പിന്നെ ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ യൂസിങ് JDBC. ഇതിൽ സ്വിംഗ് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസും ഉണ്ട്. അപ്പോൾ ആ കൺട്രോൾസൊക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പിന്നെ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സംതിങ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ഇവൻറ്റിലോട്ട് ജനറേറ്റ് ചെയ്യും, അതൊക്കെ ഇവൻറ്റ് ജനറേഷൻ, അതൊക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ജാവേനെ ശരിക്കും നമുക്ക് ഒരു ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ JDBC യൂസ് ചെയ്യണം. JDBC മീൻസ് ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ഒരു കോമൺ സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ശരിക്കും ഡേറ്റാബേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ആക്ച്വലി അത് ഡേറ്റാബേസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ S4-ലായിരിക്കും പഠിക്കുന്നത്. ബട്ട് അതിൻ്റെ കുറച്ചൊരു ബേസിക്സ് ഇവിടെ പഠിച്ചാൽ മാത്രമേ നമ്മുടെ
നമ്മുടെ ജാവ ആപ്ലിക്കേഷനും ഡേറ്റാബേസും ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കണക്ട് ചെയ്യണമെങ്കിൽ JDBC തന്നെ വേണം. പക്ഷെ അത് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജാവ ആപ്ലിക്കേഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ പറ്റത്തില്ല. ഈ SQL മീൻസ് ഡേറ്റാബേസിൻ്റെ കുറച്ച് കോൺസെപ്റ്റ്സും കൂടെ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രോജക്റ്റിന് വേണ്ടി മാത്രം നമ്മൾ SQLൻ്റെ ഫണ്ടമെൻറ്റൽസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ SQL എങ്ങനെയാണ്, SQL എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് ആണ്. ഡേറ്റാബേസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റാബേസിലായിട്ട് നമ്മളൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SQL യൂസ് ചെയ്യണം. മനസ്സിലായോ? അതൊക്കെ ശരിക്കും ഡേറ്റാബേസിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് റോസ് ആൻഡ് കോളംസ് ആണ്. അതിൻ്റെ അകത്തുള്ള നമുക്ക് ഡേറ്റേനെ ആക്സസ് ചെയ്യണമെങ്കിൽ ക്വയറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ബേസ് നമ്മൾ ഈ ഒരു 4th മൊഡ്യൂളിലൊന്ന് പഠിച്ചാൽ നമുക്കത് ജാവ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ജാവയുടെ സിലബസ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മോഡ്യൂള് സിമ്പിളാണ്, പക്ഷെ കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാം നമ്മൾ പ്രീവിയസ് ലാംഗ്വേജിൻ്റെ സെയിം സിൻടാക്സ് ഒക്കെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഫ്രം ഓപ്പറേറ്റേഴ്സ് ടു ജംപ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒരു പോർഷൻസാണ്. ഓക്കെ, പിന്നെ വരുന്ന ഈ ഓപ്സ് കോൺസെപ്റ്റ്സ് ഒക്കെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്. വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫീച്ചറേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മൈക്രോ പ്രോജക്റ്റ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് കിട്ടും. കാരണം നിങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് വരത്തില്ല. ബട്ട് ഈ ഒരു കോഴ്സിൽ അങ്ങനെ കമ്പൾസറി ആണ്, നമ്മളത് ചെയ്യാനായിട്ട് എന്തായാലും വില്ലിങ് ആകും. സോ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഓരോ മോഡ്യൂൾ കവർ ചെയ്ത് ടോപ്പിക്സ് വൈസ് കവർ ചെയ്ത്